പുരാതന കാലത്ത് ഇന്ത്യയും ഒമാനും തമ്മിൽ 5000 വർഷത്തിലധികം പഴക്കമുള്ള സമുദ്ര സാംസ്കാരിക നാഗരിക ബന്ധങ്ങളുടെ ചരിത്രം ഓർമ്മിപ്പിച്ച് INSV കൗണ്ഡിന്യ നടത്തിയ അപൂർവ യാത്ര മസ്കത്തിന്റെ തീരത്തണഞ്ഞു. കാറ്റും കോളും നിറഞ്ഞ സമുദ്രത്തിലൂടെ പായ്ക്കപ്പലിൽ 2 ആഴ്ചയിലേറെ നീണ്ട യാത്ര സുൽത്താൻ ഖാബൂസ് പോർട്ടിലേക്ക് പ്രവേശിച്ചതോടെ വാട്ടർ സല്യൂട്ട് നൽകി കൗണ്ഡിന്യയെ വരവേറ്റു. കമാൻഡർ വികാസ് ഷിയോറിന്റെ നേതൃത്വത്തിൽ 15 നാവികരാണ് പായ്ക്കപ്പലിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട് സ്വദേശി ബാബു ശങ്കരനാണ് ഇന്ത്യൻ നാവികസേനയ്ക്കു വേണ്ടി പായ്ക്കപ്പൽ പണിതത്. കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് മസ്കത്തിലേക്ക് കൗണ്ഡിന്യ പായ്ക്കപ്പൽ യാത്ര ആരംഭിച്ചത്. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന സമുദ്ര വ്യാപാര പാതകളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഈ ചരിത്രയാത്ര. ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര പൈതൃകം, കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യം എന്നിവ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുക, ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധങ്ങളുടെ 70-ാം വാർഷികാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ കൂടി ഈ ദൗത്യം ലക്ഷ്യമിടുന്നു. യന്ത്രസഹായമില്ലാതെ കാറ്റിനെ മാത്രം ആശ്രയിച്ചുള്ള യാത്ര ഇതിനകം കടലിൽ പലവിധ സാഹചര്യങ്ങളെ മറികടന്നാണ് 17-ാം നാൾ ദൗത്യം പൂർത്തിയാക്കിയത്. INSV കൗണ്ഡിന്യ നടത്തിയ ആദ്യ സമുദ്രയാത്രയാണിത്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പായ്ക്കപ്പൽ തീരമണഞ്ഞപ്പോൾ ഇന്ത്യൻ തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പിന്റെ മന്ത്രി സർബാനന്ദ സോനോവാലിന്റെ നേതൃത്വത്തിൽ സംഘത്തിന് വരവേൽപ്പ് നൽകി. തുറമുഖത്ത് സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി അസാൻ അൽ ബുസൈരി, ഇന്ത്യൻ നാവികസേന, ഒമാൻ റോയൽ നേവി, റോയൽ ഒമാൻ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഔദ്യോഗിക സ്വീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഒമാനി പരമ്പരാഗത സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ഗൾഫ് മാധ്യമം, മസ്കത്ത്.